ജിതിൻ ദേവ്, നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം.എൽ.എക്ക് നിയമസഭയിൽ വരാൻ സാങ്കേതികമായി ഒരു അയോഗ്യതയുമില്ല. അതാണ് KPCC അധ്യക്ഷൻ പറഞ്ഞു വെച്ചത്. എന്നാൽ മറുഭാഗത്ത് കോൺഗ്രസ് ഇതിനെക്കുറിച്ച് ഒരുപാട് അടികൾ നടക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും പറഞ്ഞു വയ്ക്കുന്നൊരു കാര്യം, മാതൃകാപരമായ ഒരു പാർട്ടി ഒരു നിലപാടെടുത്തിരിക്കുകയാണ്. ആ നിലപാടെന്ന് പറയുന്നത് എന്താണ്? ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾക്കെതിരെ ഗുരുതരമായ ആരോപണം ശബ്ദ സന്ദേശമായി പുറത്തു വരുമ്പോൾ ആ ആരോപണങ്ങൾ കണക്കിലെടുത്ത് ആ നേതാവിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാനുള്ള ആർജവം കാണിച്ച പാർട്ടിയാണ് കോൺഗ്രസ്. ആ പാർട്ടിയുടെ നിയമസഭാ കക്ഷിയിൽ നിന്ന് മാറ്റി നിർത്തിയ പാർട്ടിയുടെ പേരാണ് കോൺഗ്രസ്. അത്രയല്ലേ ഒരു പാർട്ടിക്ക് ചെയ്യാൻ കഴിയൂ. ഇനി പാർട്ടിക്ക് ഇക്കാര്യത്തിൽ എന്താണ് ചെയ്യാൻ കഴിയുക? കാരണം കക്ഷിരഹിതനായിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിന് തീരുമാനിക്കാം പാർട്ടിയെ പ്രതിരോധത്തിലാക്കാൻ വേണ്ടി നിയമസഭയിൽ എത്തണോ, അതല്ല നിയമസഭയിൽ വരാതെ പാർട്ടിക്ക് പ്രതിപക്ഷത്തിന് ആക്രമിക്കാനുള്ള അവസരമെല്ലാം കൊടുക്കണോ എന്നുള്ള കാര്യം അദ്ദേഹത്തിന് തീരുമാനിക്കാം. അതല്ലേ പാർട്ടിക്ക് ചെയ്യാൻ കഴിയൂ. അത് മാതൃകാപരമായ ഒരു കാര്യമല്ലേ VS ജിതിൻ ദേവ്? നിലവിലെ നിയമസഭാ സാമാജികരുടെ സാഹചര്യത്തിൽ ഈ പറഞ്ഞതുപോലെ MLA-യിൽ വരാൻ എല്ലാ തരത്തിലുള്ള അവകാശവും രാഹുൽ മാങ്കൂട്ടത്തിലുണ്ട്. കാരണം ആരൊക്കെയാണ് അവിടെ ഇരിക്കുന്നതെന്ന് നമ്മൾ പരിശോധിക്കണം. മഴയത്ത് റെയിൻകോട്ട് ഇട്ട് വരണം എന്ന് ഉപദേശിക്കുന്ന ഒരു MLA ഉള്ള സ്ഥലം, അന്തസ്സുള്ള കൊല്ലത്തിൻ്റെ MLA. ഇക്കാര്യത്തിൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ആരോപണത്തിൽ ഹെവി ലൈസൻസും ബാഡ്ജുമുള്ള മറ്റൊരു മന്ത്രിയായ MLA കൊല്ലത്തു നിന്നുണ്ട്. തൻ്റെ യുവ സഹപ്രവർത്തകയെ പാർട്ടി ഓഫീസിലേക്ക് സ്വകാര്യമായി ക്ഷണിച്ച വേറൊരു MLA. പിന്നെ ഇക്കാര്യത്തിൽ കുന്നും പള്ളിയും സെൻറ്റും ഒക്കെ കയറിയ വേറെ കുറേ ആൾക്കാർ. അപ്പം സ്പീക്കർ സത്യത്തിൽ ചെയ്യേണ്ടത് ഇവരെ എല്ലാം കൂടെ ഒരു സ്പെഷ്യൽ ബ്ലോക്കായിട്ട് തീരുമാനിച്ച് ഇവരെല്ലാം കൂടെ ഒരുമിച്ചിരുത്തിയാണ് സ്പീക്കർ ചെയ്യേണ്ടത്. അവരവിടെ നിന്ന് ചർച്ച ചെയ്യട്ടെ, തങ്ങളുടെ കർമ്മമണ്ഡലത്തിലെ തങ്ങളുടെ വൈഭവങ്ങളെ കുറിച്ചിട്ട് അവരവിടെ നിന്ന് ചർച്ച ചെയ്യട്ടെ. എന്ത് ധാർമ്മികതയാണ് രാഹുലിനുള്ളത് പാലക്കാടിൻ്റെ MLA ആയിട്ട് ഈ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ? നോക്കൂ, കോൺഗ്രസ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ പോലും ഇരിക്കാൻ യോഗ്യനല്ല എന്ന് പാർട്ടി തീരുമാനിച്ച ഒരു വ്യക്തിയെ പാലക്കാട് ജനങ്ങൾ സഹിക്കണമെന്നാണോ കോൺഗ്രസ് പാർട്ടി പറഞ്ഞു വെക്കുന്നത്? എന്തേ നിലപാടിന് ശക്തിയില്ലാതെ പോകുന്നത്? നോക്കൂ, ഇന്ന് സണ്ണി ജോസഫ് KPCC പ്രസിഡന്റ് പറഞ്ഞത് രാഹുൽ തീരുമാനിക്കട്ടെ എന്നാണ്. ഒരു തീരുമാനം പറയാൻ പോലും ഉള്ള ശക്തി സണ്ണി ജോസഫിനില്ല. ആരും എന്താ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പറഞ്ഞതുപോലെ രാഹുലിനെതിരെയോ ഷാഫിക്കെതിരെയോ സംസാരിക്കാൻ തയ്യാറാകുന്ന കോൺഗ്രസിന്റെ എത്ര വലിയ ഉന്നത നേതാക്കളായാലും അവർ വലിയ സൈബർ വേട്ടയ്ക്കെതിരാവും. അവർ വലിയ സൈബർ വെട്ടുകിളിക്കൂട്ടം അവരെ വെറുതെ വിടില്ല. ഉമാ തോമസിനും ബിന്ദു കൃഷ്ണയ്ക്കും ഒന്നും ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പോലും ഇടാൻ പറ്റില്ല. അതിന്റെ താഴെ വന്ന് വീഴുന്ന കമന്റുകൾ നമ്മൾ വായിക്കണം. ഇത് കുറച്ച് 4 മണിക്കൂർ മുമ്പ് ശ്രീ VD സതീശൻ പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളെ കണ്ട സമയത്ത് അതിന് താഴെ വരുന്ന യൂട്യൂബിൽ നിങ്ങളുടെ തന്നെ വാർത്തയുടെ താഴെയുള്ള കമന്റുകൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ അതിശയം തോന്നി, ഇത് കോൺഗ്രസ് പ്രവർത്തകർ തന്നെയാണെന്ന്. അങ്ങനെ എന്തും പറയാൻ ലൈസൻസ് ഉള്ള അല്ലെങ്കിൽ ആർക്കും നിയന്ത്രിക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള ഒരു സംവിധാനം കോൺഗ്രസ് പാർട്ടിയിൽ രൂപപ്പെട്ടിരിക്കുന്നു. ഇവരെ നിലയ്ക്ക് നിർത്താൻ അവർക്ക് സാധിക്കില്ല. അതുമാത്രമാണോ, രാഹുലിനെതിരെ എടുത്ത നടപടി ശ്രീ VD സതീശനും KPCC പ്രസിഡന്റിനും എന്തേ UDF-ന്റെ ചെയർമാനെ ബോധ്യപ്പെടുത്താൻ സാധിക്കുന്നില്ല? അടൂർ പ്രകാശിന് ഇക്കാര്യത്തിലുള്ള നിലപാടെന്താണ്? ഇന്ത്യയിലെ തന്നെ ഏറ്റവും മുതിർന്ന ലോക്സഭാ സാമാജികൻ എന്ന് കോൺഗ്രസ് അഭിമാനത്തോടെ പറയുന്ന കൊടിക്കുന്നിൽ സുരേഷിന് ഇക്കാര്യത്തിലുള്ള നിലപാടെന്താണ്? നോക്കൂ, ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തക ഈ കാര്യത്തിൽ രാഹുലിനെ കൊടുക്കാൻ ശ്രമിക്കുന്നത് ചെന്നിത്തലയും അതേപോലെ ശ്രീ VD സതീശനും രമേശ് ചെന്നിത്തലയും VD സതീശനുമാണെന്ന് പരാതി ക്രൈംബ്രാഞ്ചിന് കൊടുക്കുന്ന സാഹചര്യം. അപ്പോൾ സ്ഥിരീകരിക്കാറായിട്ടില്ല. യൂത്ത് കോൺഗ്രസിന്റെ ഒരു ഫോറത്തിലും ഔദ്യോഗിക അംഗമല്ല കേട്ടോ ആ ജിനി എന്ന് പറയുന്ന സ്ത്രീ. അല്ല, അതാണല്ലോ അവർ അവകാശപ്പെടുന്നത്. ജിനി എന്ന് പറയുന്ന സ്ത്രീ അവകാശപ്പെടുന്നത് അതാണല്ലോ. അപ്പൊ നമുക്കറിയില്ലല്ലോ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ ആരൊക്കെയാണ്, കോൺഗ്രസിന്റെ പ്രവർത്തകർ ആരൊക്കെയാണെന്ന് നമുക്കറിയാൻ സാധിക്കില്ല. അവർ അവകാശപ്പെട്ടുകൊണ്ടാണല്ലോ പരാതി കൊടുത്തത്. നമുക്കപ്പോൾ അതിൽ വിശ്വസിക്കാനല്ല നിലവിലെ സാഹചര്യത്തിൽ തരമുള്ളൂ. അല്ലെങ്കിൽ ആരാണെന്നുള്ളത് ജിനി എന്നുള്ളത് ഈ പറഞ്ഞതുപോലെ കേരള പോലീസ് പുറത്തു പറയണം. അല്ലെങ്കിൽ അത് എന്തായാലും സാധിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ ഇവിടെ മറ്റൊരു കാര്യം കൂടെ ഞാൻ സൂചിപ്പിക്കാം. പരാതി കൊടുക്കാൻ നിയമപരമായി ആൾക്കാർ തയ്യാറാകുന്നില്ല. ഇത് തന്നെയാണ് പ്രശ്നം ഡോക്ടർ അരുൺ. ഇവർക്കെതിരെ പരാതി പറയാൻ, ഈ പറഞ്ഞതുപോലെ രാഹുലിനെതിരെ പരാതി പറയാൻ തയ്യാറാവുന്നില്ല. കാരണം അവർ കണ്ടുകൊണ്ടിരിക്കില്ലേ, ഈ ഇരയാക്കപ്പെട്ട പെൺകുട്ടികൾ കാണുകയല്ലേ. അവർക്ക് അനുകൂലമായിട്ട് അല്ലെങ്കിൽ രാഹുലിന്റെ പേര് പറയാതെ പോലും സംസാരിക്കാൻ തയ്യാറായ കോൺഗ്രസിലെ വനിതാ MLA-മാരുടെയും കോൺഗ്രസിലെ വനിതാ നേതാക്കന്മാരുടെയും അവസ്ഥ അവർ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ പിന്നെ എങ്ങനെയാണ്, എന്ത് ധൈര്യത്തിലാണ് അവർക്ക് പരാതി പറയാൻ പറ്റുന്നത്? കേരളത്തിന്റെ മുഖ്യമന്ത്രി, ക്ഷമിക്കണം, ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി സംരക്ഷണം കൊടുക്കുമെന്നൊക്കെ അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ ആ വിശ്വാസം, ആ സംരക്ഷണം എങ്ങനെ ഉറപ്പുവരുത്താൻ പറ്റും? കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതല്ലേ, അവിടെ തൃശ്ശൂര് ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ മൃഗീയമായി ആക്രമിക്കപ്പെട്ടതിന് ശേഷം നമ്മുടെ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ എവിടേക്കാണ് പോയത്? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കൊപ്പം പിന്നെ ശർക്കര വരട്ടി പായസം കുടിക്കാനല്ലേ പോയത്? ഇന്ന് കഴിഞ്ഞ ദിവസം കൊല്ലത്ത് കോൺഗ്രസിന്റെ
ഒരു സമ്മേളനം അല്ലെങ്കിൽ സിവി പത്മരാജ ഫൗണ്ടേഷൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത DCC പ്രസിഡന്റ് പ്രധാന ചെയർമാനായിട്ടുള്ള സമ്മേളനം ഉദ്ഘാടനം ചെയ്ത വന്നവരാണ് ശ്രീ പിണറായി വിജയനാണ്. അപ്പൊ ഇവർക്ക് തമ്മിലുള്ള അന്തർധാരയൊക്കെ സജീവമാണ്. ഇവർക്ക് തമ്മിൽ എന്തുമാകാം. അപ്പൊ ഈ രണ്ട് കൂട്ടരും കൂടി ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങളോ ജനങ്ങളുടെ പ്രശ്നങ്ങളോ അല്ല ചർച്ച ചെയ്യാൻ തയ്യാറാകുന്നത്. ഇവർ ഇങ്ങനെ അഴിമതിയും ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലൈംഗിക അതിക്രമങ്ങളും ആരോപണങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണ്. ജനങ്ങളുടെ പ്രശ്നങ്ങളിലോ ജനങ്ങളെ ബാധിക്കുന്ന കാര്യങ്ങൾക്കൊന്നും ഇവർക്ക് ഒരു ചർച്ച ചെയ്യാനും ഉണ്ടാകില്ല. കാരണം നിങ്ങൾ പറഞ്ഞു വെക്കുന്നത് പാലക്കാടിനെ പ്രതിനിധീകരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA നിയമസഭയിൽ എത്തുകയാണെങ്കിൽ അത് BJP ശക്തമായി പ്രതിഷേധിക്കും ആ വിഷയത്തിൽ എന്നാണ്. BJP ശക്തമായി പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA എന്ന ഇമ്മ്യൂണിറ്റിയിൽ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ പൊതുപരിപാടികൾ പങ്കെടുത്തു കഴിഞ്ഞാൽ BJP ശക്തമായി പ്രതിഷേധിക്കും. ഞങ്ങൾക്ക് നിയമസഭയിൽ പ്രതിഷേധിക്കാൻ സാധിക്കില്ലല്ലോ ഡോക്ടർ അരുൺ. പ്രതിഷേധിക്കാൻ സാധിക്കില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് ന്യായീകരണമില്ല, ധാർമ്മിക ന്യായീകരണമില്ല എന്നാണ് BJP പറയുന്നത്. CPM ഈ കാര്യത്തിൽ പറയുന്നത് ഒരു ന്യായീകരണവുമില്ല. പാലക്കാട് അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA വരണമെന്നാണ് CPM-ന്റെ രാഷ്ട്രീയ കൗശലം. അത് രാഷ്ട്രീയ കൗശലമൊന്നും അല്ലരുണ്ട്. അങ്ങനെ അങ്ങ് അതിനെ കണക്കാക്കരുത്. ഇതൊക്കെ ഇവർ തമ്മിലുള്ള ഒത്തുതീർപ്പാണെന്നേ. നോക്കൂ, ഇവിടെ തന്നെ ശ്രീകുമാർ സാറ് വലിയ ഇതോടെ ചോദിക്കുന്നുണ്ടായിരുന്നില്ലേ, എന്തേ രാഹുലിനെതിരെയുള്ള മറ്റേ വ്യാജ ID കാർഡ് വിവാദം ഇത്ര കാലം അന്വേഷിക്കാൻ സാധിച്ചില്ല? ഇപ്പോഴല്ലേ അത് പൊക്കിയെടുത്തോണ്ട് പോലീസ് ഇറങ്ങിയിരിക്കുന്നത്? എത്ര കാലമായി? എന്നുണ്ടായ പരാതിയാണ്. എന്തേ ഇത്രയും കാലം പോലീസ് മൗനം പാലിച്ചത്? ഇപ്പോഴല്ലേ ഇങ്ങനെ ഒരു ആരോപണം, ഈ തരത്തിലുള്ള ലൈംഗിക കുറ്റകൃത്യ ആരോപണം പുറത്തു വന്നതിന് ശേഷമല്ലേ ഇപ്പോ കൂട്ടുകാരുടെ മൊബൈൽ പരിശോധിക്കുന്നു, മൊബൈലിന്റെ ലോക്ക് അഴിക്കാൻ നോക്കുന്നു, കൂടെയുള്ള അവരുടെ സഹപ്രവർത്തകരെ പ്രതികളാക്കുന്നു? ഇപ്പോഴല്ലേ ഇതൊക്കെ നടക്കുന്നത്? അപ്പൊ ഇവരൊക്കെ തമ്മിൽ ഇതിനകത്തൊക്കെ ചില ഒത്തീർപ്പുകൾ ഉണ്ടെന്നേ. ഓരോരുത്തർക്കെതിരെയുള്ള ആരോപണങ്ങൾ ഓരോ ദിവസം പുറത്തു വരുമല്ലേ? CPM-മാർക്ക് പറയാൻ സാധിക്കുമോ? ഇപ്പൊ കണ്ടില്ലേ യൂത്ത് കോൺഗ്രസ് DYFI-യുടെ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറിയുടെ ഓഡിയോ സന്ദേശം കേൾക്കും, നമുക്ക് വിശ്വസിക്കാൻ സാധിക്കും. ഇതൊക്കെ നേരത്തെ മുതലേ BJP പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കരിവല്ലൂരുമായി ബന്ധപ്പെട്ട പറഞ്ഞ സമയത്ത് ഈ രണ്ടു കൂട്ടർ ഒരുമിച്ച് CPM-ന്റെ രാഷ്ട്രീയ കൗശലം ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അവിടെ എത്തുക, അങ്ങനെ എത്തുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് വിഷയത്തിന്റെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രതിപക്ഷത്തിന്റെ ആക്രമണത്തിന്റെ മൂർച്ച കുറയ്ക്കുക എന്നതാണ്. Debate with Dr. Arun Kumar.